നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പക്ഷേ ചില പ്രവർത്തികൾ 1000 പുണ്യപ്രവർത്തികളെ പോലും പകരം വയ്ക്കും. അത്തരം പല സാഹചര്യങ്ങളിലേക്കാണ് ലോകം മുഴുവൻ ഈ കൊറോണ കാലത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മകന്റെ സ്ഥാനത്ത് നിന്ന് അല്ല, മകനായി തന്നെ ആ കടമ നിർവഹിച്ചിരിക്കുകയാണ് നസീർ വാടാനപ്പള്ളി എന്ന UAE സാമൂഹ്യ പ്രവർത്തകൻ. COVID-19 ബാധിച്ച് മരിച്ച മഹാരാഷ്ട്രക്കാരനായ രമേശ് കാളിദാസ് പമാനി എന്ന 77 വയസ്സുകാരന്റെ അന്ത്യകർമ്മങ്ങൾ ജബലിയിലെ ശ്മശാനത്തിൽ നസീർ നടത്തുകയുണ്ടായി. കൊറോണ പശ്ചാത്തലത്തിൽ കഴിയുന്ന മകൻ എത്തും വരെ ചിതാഭസ്മം സൂക്ഷിച്ചു വയ്ക്കാൻ ഏർപ്പാടാക്കിയ ശേഷമാണ് നസീർ വാടാനപ്പള്ളി അവിടെ നിന്ന് മടങ്ങിയത്. വിശുദ്ധ റംസാനിന്റെ അവസാന ദിനത്തിൽ ഇങ്ങനെയൊരു സത്കർമ്മം ചെയ്യാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് താനെന്ന് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം നസീർ പറയുകയും ചെയ്തു. ദുബായിലുള്ള മകനെ കാണാൻ സന്ദർശക വിസയിലെത്തിയ രമേശ് കാളിദാസ് കൊറോണ വൈറസ് ബാധിച്ചാണ് മരിച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മൃതദേഹം സംസ്കരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മകൻ കിരൺ നിരീക്ഷണത്തിൽ തുടരുന്നതിനാൽ മൃതദേഹം സംസ്കരിക്കാനാകാതെ കിടന്നു. തന്റെ പിതാവിന് ഹിന്ദുമതാചാരപ്രകാരം അവസാന യാത്ര നൽകണമെന്നായിരുന്നു മകന്റെ ആഗ്രഹം. ഇക്കാര്യങ്ങൾ അറിഞ്ഞ് നസീർ വാടാനപ്പള്ളി കിരണിന്റെ താമസ സ്ഥലത്തെത്തുകയും പാസ്പോർട്ട് വാങ്ങി സംസ്കാര നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. തന്നെ കാണാനെത്തിയ നസീർ വാടാനപ്പള്ളിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ആ മകന് ഒരു അഭ്യർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകന്റെ സ്ഥാനത്ത് നിന്ന് പിതാവിന് മതാചാരപ്രകാരം അന്ത്യയാത്ര നൽകണമെന്ന്. നസീർ അത് നിറഞ്ഞ മനസ്സോടെ പൂർത്തിയാക്കിയിരിക്കുന്നു. മാത്രമല്ല, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടും പുത്രനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് UAE സാമൂഹ്യ പ്രവർത്തകനായ നസീർ വാടാനപ്പള്ളി. അങ്ങനെ അനേകം പേർക്ക് അത്താണിയായ ഈ മനുഷ്യൻ ഏറെ മാതൃകാപരമായ മുന്നേറ്റമാണ് കാണിച്ചിരിക്കുന്നത്. സഹിഷ്ണുതയുടെ പര്യായമായി UAE കൊറോണ കാലം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക ഇങ്ങനെ കൂടിയാകും. മാത്രമല്ല, മനുഷ്യനാണ് വലുതെന്ന പിന്നെയും തെളിയിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.